നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അരുവായി ശ്രീ ചിറവൽപത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന രാമായണ മാസാചരണത്തിന് സമാപനമായി. പഴഞ്ഞി മെയിൻ റോഡിനെയും വൺ വേ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മസ്ജിദ് റോഡ് വെള്ളം നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി. കുന്നംകുളം പ്രസ് ക്ലബും അൻസാർ സ്കൂൾ ഓഫ് നഴ്സിംഗും സംയുക്തമായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ നേരിടാൻ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നു. വാട്ടർ അതോറിറ്റി ജീവനക്കാരനെയും അയൽവാസികളെയും മർദ്ദിച്ച കണ്ണൻ പട്ടാമ്പിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ്. പ്രകൃതി നമുക്ക് മാത്രമല്ല അടുത്ത തലമുറയ്ക്കും എന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് പോലീസ് കൺട്രോൾ റൂം തുറക്കുന്നു. വാർത്തകൾ വിശദമായി. അരുവായി ശ്രീ ചിറവൽപത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന രാമായണ മാസാചരണത്തിന് സമാപനമായി. എല്ലാ വർഷവും നടത്തിക്കൊണ്ടുവന്നിരുന്ന കർക്കിടക മാസാചരണത്തിന് സമാപനമായി. കർക്കിടകം 1 മുതൽ കർക്കിടകം 10 വരെയായിരുന്നു കർക്കിടക മാസാചരണം നടത്തിയിരുന്നത്. സമാപന ദിവസമായ ഇന്ന് പതിവ് പോലെ കാലത്ത് 5:30 നട തുറന്നു. വിശേഷ പൂജകൾക്ക് ശേഷം രാവിലെ 7:30 രാമായണ പാരായണം ആരംഭിച്ച് 11 മണിയോടുകൂടി ശ്രീരാമ പട്ടാഭിഷേകത്തിന് ക്ഷേത്ര ഗോപുര കവാടത്തിൽ നിന്ന് വാദ്യഘോഷങ്ങളുടെയും നാമസങ്കീർത്തനങ്ങളുടെയും പൂത്താലങ്ങളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്ര പ്രദക്ഷിണം നടത്തി പാരായണത്തിൽ സജ്ജമായിരുന്ന പാരായണ മണ്ഡപത്തിൽ എത്തിച്ചേരുകയും നിറപറ നിറച്ച് പാരായണം ചൊല്ലി സമർപ്പിച്ച് ആചാര്യ ദക്ഷിണ സമർപ്പിച്ചു. നിരവധി ഭക്തജനങ്ങൾ രാമായണ പാരായണത്തിൽ പങ്കെടുത്തു. രാമായണ പാരായണ ആചാരമായ ഗുരുവായൂർ മണികണ്ഠൻ വാര്യരും ശ്രീമതി ബജിത ടീച്ചറും പാരായണം ചൊല്ലി സമർപ്പിച്ചു. തുടർന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും നാമജപ സമിതിയുടെ നേതൃത്വത്തിൽ അന്നദാനവും നടത്തപ്പെട്ടു. കർക്കിടകം 1 മുതൽ 9 ദിവസം കാലത്ത് 6:30 മുതൽ ഔഷധക്കഞ്ഞിയും കർക്കിടകത്തിലെ ആദ്യ ചൊവ്വ ദിനത്തിൽ പത്തിലക്കറിയും കനകപ്പൊടിയും കഞ്ഞിയും വിതരണം ചെയ്തിരുന്നു. കർക്കിടകം 16 കാലത്ത് 7 മണി മുതൽ മേൽശാന്തി വേണാട് ബ്രഹ്മശ്രീ ശിവപ്രസാദ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഔഷധ സേവ നടത്തപ്പെടും. ഈ വർഷത്തെ കർക്കിടക മാസാചരണത്തിന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണിമോൻ, സെക്രട്ടറി ഗിരീഷ് ഊരാളൻ, വിജയരാമചന്ദ്രനുണ്ണി എന്നിവർ നേതൃത്വം നൽകി.
വൺ വേ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മസ്ജിദ് റോഡ് വെള്ളം നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി. പഴഞ്ഞി മെയിൻ റോഡിൽ നിന്നും വൺ വേ റോഡിലേക്ക് പ്രവേശിക്കുന്ന മുസ്ലിം പള്ളി മസ്ജിദ് റോഡ് തകർന്ന നിലയിൽ. വർഷങ്ങളായി ടാറിംഗ് ഇല്ലാത്തതാണ് റോഡ് തകരാനുള്ള പ്രധാന കാരണം. വൺ വേ റോഡിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. തൃശൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ ATM കൗണ്ടറിലേക്ക് കയറാൻ പറ്റാത്ത വിധമാണ് വെള്ളം റോഡിൽ കെട്ടി നിൽക്കുന്നത്. കുഴി അടയ്ക്കാനായി മണ്ണിട്ടിട്ടുണ്ടെങ്കിലും മഴ പെയ്തതോടെ മണ്ണ് മഴയിൽ ഒലിച്ചുപോയി. ഇത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും വൻ ഭീഷണിയായി മാറുകയും ചെയ്തു. മഴ പെയ്യുമ്പോൾ വലിയ വെള്ളക്കെട്ടാണ് ഈ ഭാഗത്ത് രൂപപ്പെടുന്നത്. പഞ്ചായത്ത് അധികൃതർ റോഡ് ശരിയാക്കാൻ മുൻകൈ എടുക്കണമെന്ന ശക്തമായ ആവശ്യത്തിലാണ് നാട്ടുകാർ. റോഡിന്റെ ഇരുവശത്തും കാനകളില്ലാത്തതും റോഡിന്റെ തകർച്ചയുടെ മറ്റൊരു കാരണമാണ്. കുന്നംകുളം പ്രസ് ക്ലബും അൻസാർ സ്കൂൾ ഓഫ് നഴ്സിംഗും സംയുക്തമായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ നേരിടാൻ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നു. കുന്നംകുളം പ്രസ് ക്ലബും അൻസാർ സ്കൂൾ ഓഫ് നഴ്സിംഗും സംയുക്തമായി നാളെ രാവിലെ 11 മണിക്ക് മാ നിഷാദ എന്ന പേരിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമം നേരിടാനുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. മധ്യമേഖല ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ MR അജിത് കുമാർ IPS മാനിഷാദ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്യും. കില ഫാക്കൽറ്റി മെമ്പർ ഡോക്ടർ KPN അമൃത മുഖ്യപ്രഭാഷണം നടത്തും. പ്രസ് ക്ലബ് പ്രസിഡന്റ് ശ്രീ ഡെന്നി പുലിക്കോട്ടിൽ, സെക്രട്ടറി ശ്രീ ജയപ്രകാശ് ഇലവന്ത്ര, അൻസാർ സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ശ്രീമതി റോസലി ജോർജ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിക്കും. വാട്ടർ അതോറിറ്റി ജീവനക്കാരനെയും അയൽവാസികളെയും മർദ്ദിച്ച കണ്ണൻ പട്ടാമ്പിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ്. പെരുമ്പിലാവ് അറക്കൽ പ്രദേശത്ത് പൊട്ടിയ പൈപ്പുകൾ നന്നാക്കുന്നതിനിടെ വാട്ടർ അതോറിറ്റി ജീവനക്കാരനെയും റോഡരികിൽ താമസിക്കുന്ന കുടുംബത്തെയും വീട്ടിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ മേജർ രവിയുടെ സഹോദരനും സിനിമാ സീരിയൽ നടനുമായ കണ്ണൻ പട്ടാമ്പി ഉൾപ്പെടെയുള്ള 4 അംഗ സംഘത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുന്നംകുളം പോലീസ് കേസെടുത്തു. IPC 353, 332, 323, 324, 341 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സർക്കാർ ജീവനക്കാരന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, കൈകൊണ്ട് അടിക്കുക, ആയുധം ഉപയോഗിച്ച് വീട് കയറി ആക്രമിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. കണ്ണൻ പട്ടാമ്പി സിനിമ സംബന്ധമായ ചില കാര്യങ്ങൾക്കായി ശ്രീലങ്കയിലേക്ക് പോയിരിക്കുകയാണ്. ഞായറാഴ്ച വൈകിട്ടാണ് കണ്ണൻ പട്ടാമ്പി ഉൾപ്പെടെയുള്ള സംഘം വാട്ടർ അതോറിറ്റി ജീവനക്കാരനെയും കുടുംബത്തെയും ആക്രമിച്ചത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49.
ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Roja Manufacturing Office, NVKM and Sons, Dindigal. Zone Distributor, Roja Agencies, Kunnamkulam. Phone 9446 145776 9446 145778. വാർത്തകൾ തുടരുന്നു. പ്രകൃതി നമുക്ക് മാത്രമല്ല അടുത്ത തലമുറയ്ക്കും എന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നായാടി കോളനിയിൽ നടന്ന പ്രകൃതി നമുക്ക് മാത്രമല്ല വരുന്ന തലമുറയ്ക്കും എന്ന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ജമാൽ കോട്ടോൽ അധ്യക്ഷനായി. കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ബിനുലാൽ മുഖ്യാതിഥിയായി. കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് ഡെന്നി പുലിക്കോട്ടിൽ, പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി ഷാജി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ പ്രഭാത് മുല്ലപ്പള്ളി, കെ എ ശിവരാമൻ, രാജേഷ് കടവല്ലൂർ, ബിനി സുഭാഷ്, പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ കോർഡിനേറ്റർ ഡെന്നി മാസ്റ്റർ, നെഹ്റു യുവകേന്ദ്ര യൂത്ത് വോളണ്ടിയർ ഷഹനാസ് ഒറ്റപ്പിലാവ്, ഹെൻസൻ, റഫീഖ്, നിയാസ് എന്നിവർ പ്രസംഗിച്ചു. പദ്ധതിയുടെ ഭാഗമായി എല്ലാ വീടുകളിലേക്കും ഫലവൃക്ഷ തൈകൾ നൽകി. കുന്നംകുളത്ത് പോലീസ് കൺട്രോൾ റൂം തുറക്കുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളും നിയമലംഘനങ്ങളും തടയുന്നതിനും സുഗമമായ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കുന്നംകുളത്ത് പോലീസ് കൺട്രോൾ റൂം ആരംഭിക്കുന്നു. കുന്നംകുളം സ്റ്റേഷന്റെ വിസ്തൃതിയേറിയ ദൂരപരിധി മൂലം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയെത്താൻ പലപ്പോഴും പോലീസിന് കഴിയാറില്ല. ഇതിനു പുറമെ ആവശ്യത്തിന് സ്റ്റേഷനിൽ പോലീസുകാരില്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയാതെയും പോകുന്നു. അടിക്കടി ഉണ്ടാകുന്ന ഗതാഗത തടസ്സങ്ങൾ നീക്കുവാൻ പോലീസുകാരില്ലാത്തതിനാൽ കഴിയുന്നുമില്ല. കേച്ചേരിയിലും കുന്നംകുളം ടൗണിലുമാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകാറുള്ളത്. ഈ സ്ഥലങ്ങളിലേക്ക് ഓടിയെത്തി ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പോലീസുകാരില്ലാത്തത് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഉള്ള പോലീസുകാർ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഗതാഗത കുരുക്കും പെട്ടെന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും തടയാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കുന്നംകുളത്തെ വിഭജിച്ച് പുതിയ പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കം. എന്നാൽ പുതിയ പോലീസ് സ്റ്റേഷൻ രൂപീകരണം അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ കുന്നംകുളത്ത് പോലീസ് കൺട്രോൾ റൂം വേണമെന്ന ആവശ്യം ശക്തമായി. കൺട്രോൾ റൂം ആരംഭിക്കുന്നതിനാവശ്യമായ കെട്ടിടമോ മുറിയോ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് കുന്നംകുളം ഡിവൈഎസ്പി നഗരസഭാ അധികൃതർക്ക് കത്ത് നൽകി. കൺട്രോൾ റൂം പോലീസിന് നിശ്ചിതമായ ദൈനംദിന ജോലികൾ മാത്രം നൽകിയാൽ കുറെയൊക്കെ കുറ്റകൃത്യങ്ങളും നിയമലംഘനങ്ങളും ഗതാഗത കുരുക്കും കുറയ്ക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. വിപണി അടയ്ക്ക പഴയത് 4451 രൂപ, പുതിയത് 4250 രൂപ മുതൽ 4550 രൂപ വരെ. രണ്ടാം തരം 3000 രൂപ മുതൽ 3610 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അരുവായി ശ്രീ ചെറുവൽപത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന രാമായണ മാസാചരണത്തിന് സമാപനമായി. പഴഞ്ഞി മെയിൻ റോഡിനെയും വൺ വേ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മസ്ജിദ് റോഡ് വെള്ളം നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി. കുന്നംകുളം പ്രസ് ക്ലബും അൻസാർ സ്കൂൾ ഓഫ് നഴ്സിംഗും സംയുക്തമായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ നേരിടാൻ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നു. വാട്ടർ അതോറിറ്റി ജീവനക്കാരനെയും അയൽവാസികളെയും മർദ്ദിച്ച കണ്ണൻ പട്ടാമ്പിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ്. പ്രകൃതി നമുക്ക് മാത്രമല്ല അടുത്ത തലമുറയ്ക്കും എന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് പോലീസ് കൺട്രോൾ റൂം തുറക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.